وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. ആയത്ത് 54. وإذ قال موسى لقومه, മൂസാ നബി തന്റെ സമുദായത്തോട് പറഞ്ഞ സന്ദർഭം, യാ ഖൗമി ഇന്നകും ളലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ൽ, എന്റെ സമുദായമേ, നിങ്ങൾ പശുക്കുട്ടിയെ ആരാധ്യ വസ്തുവായി സ്വീകരിച്ചതിനാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ വലിയ അക്രമം കാണിച്ചിരിക്കുന്നു. ഫതൂബൂ ഇലാ ബാരിഇകും, ആകയാൽ നിങ്ങളുടെ സ്രഷ്ടാവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുക. ഫഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കുകയും ചെയ്യുക. ذَلِكُمْ خَيْرٌ لَكُمْ عِنْدَ بَارِئِكُمْ, അത് നിങ്ങളുടെ സ്രഷ്ടാവിനരികിൽ നിങ്ങൾക്കുത്തമമായ കാര്യമാകുന്നു. ഫതാബ അലൈക്കും, അങ്ങനെ അല്ലാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു. ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം, തീർച്ചയായും അല്ലാഹു വളരെയധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണയുള്ളവനുമാണ്. മൂസാ നബി അലൈഹിസ്സലാം സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി തൗറാത്ത് ഏറ്റുവാങ്ങുന്നതിന് തൂർ സീനാ പർവ്വതത്തിലേക്ക് പോയപ്പോൾ സമുദായത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ അവർക്കിടയിലുണ്ടായ പൈശാചിക പ്രവർത്തനം മുഖാന്തിരം പശുക്കുട്ടിയെ ആരാധിച്ചു. മൂസാ നബി അലൈഹിസ്സലാം തിരിച്ചു വന്നു. അവരെ ശക്തമായി ഉത്ബോധിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. അവർ അതിൽ ദുഃഖിതരായി. ഇതും പടച്ചവന്റെ വലിയ അനുഗ്രഹമാണ്. ഉണർത്തപ്പെടുമ്പോൾ പാപങ്ങൾ ഉണരൽ, അതിൽ ദുഃഖമുണ്ടാകൽ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പാപികളായ ആളുകളെ എടുത്തടിക്കുകയും ശപിക്കുകയും ചെയ്യുന്നതിന് പകരം ആദ്യം അവരെ ആത്മാർത്ഥമായി ഉപദേശിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. പടച്ചവന്റെ വലിയ അനുഗ്രഹം, അവർ മനസ്സിലാക്കി ദുഃഖിച്ചു, അവർ പശ്ചാത്തപിച്ചു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞ ഒരു ഉണർത്തലാണ് ഈ ആയത്തിൽ അടങ്ങിയിരിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങളോട് കഠിനമായ ആക്രമണമാണ് പശുക്കുട്ടിയെ ആരാധിക്കുന്നതിലൂടെ ചെയ്തത്. അല്ലാഹുവല്ലാത്ത വ്യക്തികളെയും ശക്തികളെയും ആരാധിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളോടാണ് കഠിനമായ അക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജുകൾ മുതലായ പടച്ചവനോടുള്ള കടമകൾ പാലിക്കാത്തവരെ, നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരെ, സൃഷ്ടികളോടുള്ള കടമകൾ പാലിക്കാത്തവരെ, സൃഷ്ടികളെ ഉപദ്രവിക്കുന്നവരെ നിങ്ങളെ തന്നെയാണ് ആക്രമിക്കുന്നത്. ഇന്നല്ലാഹ
إنكم ظلمتم أنفسكم باتخاذكم العجل. ആകയാൽ നിങ്ങൾ പടച്ചവനിലേക്ക് പശ്ചാത്തപിക്കും. ഫതൂബൂ ഇലാ ബാരിഇകും, നിങ്ങൾ നിങ്ങളുടെ സ്രഷ്ടാവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി. ബാരി സ്രഷ്ടാവ് നിർത്തി നല്ല നിലയിൽ ഓതണം. ബാരിഇകും സ്രഷ്ടാവ്. ഇതിൽ സൂചനയുണ്ട്, പടച്ചവനാണ് നിങ്ങളെ തുടക്കം മുതൽ സൃഷ്ടിച്ചത്. അൽ ബാരി ഉൽ മുസവ്വിർ, ആദ്യം മുതൽ നിങ്ങളെ പടച്ച് നേരാക്കിയത് അല്ലാഹുവാണ്. അങ്ങനെയുള്ള അല്ലാഹുവിനെ ആരാധിക്കാതെ മറ്റ് വ്യക്തികളെയും ശക്തികളെയും ആരാധിക്കുന്നത് എത്ര വലിയ തെറ്റാണ്. ഫഖ്തുലൂ അൻഫുസകും, ആ പാപത്തിന്റെ പരിഹാരമെന്നോണം നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കും. അതായത് നിങ്ങളിൽ ഈ പാപം പ്രവർത്തിക്കാത്തവർ പാപം പ്രവർത്തിച്ചവരെ വധിക്കും. ذَلِكُمْ خَيْرٌ لَكُمْ عِنْدَ بَارِئِكُمْ, നിങ്ങളെ പടച്ചവന്റെ അരികിൽ അത് തന്നെയാണ് ഏറ്റവും ഉത്തമം. നിങ്ങൾ പരസ്പരം വധിക്കും. അല്ലാഹുവിന്റെ ദാസന്മാർ തയ്യാറായി വധിക്കപ്പെടുന്നതിന് മറ്റുള്ളവർ വധിക്കാനും തയ്യാറായി. അങ്ങനെ അവർ വധിക്കപ്പെട്ടു. ഫതാബ അലൈക്കും, അങ്ങനെ പടച്ചവൻ നിങ്ങളോട് കരുണയോടുകൂടി മടങ്ങി നിങ്ങളുടെ പശ്ചാത്താപത്തെ സ്വീകരിച്ചു. ഇന്നഹു അത്തവ്വാബുർ റഹീം, തീർച്ചയായും പടച്ചവൻ ധാരാളമായി പശ്ചാത്താപത്തെ സ്വീകരിക്കുന്നവനാണ്. എത്ര വലിയ കുറ്റമാണെങ്കിലും ശരി, ശിർക്ക് പോലുള്ള മഹാപാപമാണെങ്കിലും പശ്ചാത്തപിച്ചാൽ പടച്ചവൻ പുറത്തു തരിക മാത്രമല്ല, അല്ലാഹു കരുണയും ചെയ്യുന്നതാണ്, അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അല്ലാഹു തആല അവരുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ വെച്ച നിബന്ധനയാണ് അവരുടെ വധം. അല്ലാഹുവിന്റെ ആ ദാസന്മാർ അതിന് തയ്യാറായി. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ത്യപ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു നമ്മെയും പശ്ചാത്താപത്തിന് പ്രേരിപ്പിച്ചു. അതിന്റെ വഴികൾ കാട്ടിത്തന്നു. പക്ഷെ അങ്ങേയറ്റം ലളിതമായ വഴി. എന്നാൽ നമ്മളിൽ എത്ര പേര് ആ വഴിയെ സ്വീകരിക്കുന്നുണ്ട്? ഉത്ലുബ് മതാബം ബിന്നദാമതി മുഖ്ലിയ, ഒന്നാമതായി സങ്കടം വേണം. എന്റെ ഭാഗത്ത് നിന്നും ഈ പാപമുണ്ടായിപ്പോയി, നിർബന്ധ ബാധ്യതയിൽ വീഴ്ച വരുത്തി, നിഷിദ്ധമായ കാര്യം ചെയ്തു പോയി, അതിൽ സങ്കടം വേണം. ഒരിക്കലും മതിപ്പായിട്ട് പറയരുത്, അഭിമാനമായി സ്മരിക്കരുത്. വലിയ സങ്കടം വേണം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ചെയ്തുപോയ പാപങ്ങളെ കൂടുതലായി വിശദീകരിക്കലും അതിനെ നോവലാക്കലും കഥയാക്കലും വല്ലാതെ വർണ്ണിക്കലും അത്ര നല്ലതല്ല. സങ്കടം വേണം. 2, മുഖ്ലിഅൻ, ആ പാപത്തെ പരിപൂർണമായി വർജിക്കണം. പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലുകയും ചെയ്യുന്നു. അങ്ങനെയല്ല, വർജിക്കണം പാപത്തെ. നമസ്കാരം മുടക്കി വെറുതെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, നമസ്കാരം മുടക്കിക്കൊണ്ടിരിക്കുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. ഇല്ലില്ല, പാപത്തെ വർജിക്കണം, നിസ്കരിക്കണം. വരും കാലത്ത് ആ പാപം ചെയ്യുകയില്ലെന്ന ഉറച്ച തീരുമാനം വേണം. ഞാൻ മേലിൽ ഈ പാപം ചെയ്യുകയില്ല എന്ന
ഉറച്ച തീരുമാനം വേണം. പിന്നെ മുസ്ലിമീങ്ങളാണെങ്കിൽ 2 നിബന്ധന കൂടി ഉലമാക്കൾ പറയുന്നു. ഒന്ന്, പടച്ചവനുമായി ബന്ധപ്പെട്ട കടമകളിൽ വന്ന വീഴ്ചകൾ അല്പാൽപമായി പരിഹരിക്കണം. 10 വർഷം നമസ്കാരം ഉപേക്ഷിച്ചുപോയി, പ്രായപൂർത്തിയായി, അല്പാൽപമായി നമസ്കാരം ഖളാ വീട്ട്. അതിന്റെ എളുപ്പമായ രീതിയാണ് ഓരോ നമസ്കാരത്തിന്റെ കൂട്ടത്തിലുമുള്ള സുന്നത്ത് നമസ്കാരം ആ നമസ്കാരത്തെ ഖളാ വീട്ടുന്നതിലായി ചെലവഴിക്കും. റമദാൻ മാസത്തിലെ തറാവീഹ് നമസ്കാരം ഖളാ വീട്ടുന്നതിലായി ചെലവഴിക്കും. പ്രത്യേകിച്ചും ഖളാ ആകുന്നത് നീണ്ട യാത്രകളിലാണ്. ഈ 2 റക്അത്ത് നമസ്കരിച്ചാൽ മതിയാകും. ഇതുപോലെ റമദാനിന് നോമ്പുകൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അല്പാൽപമായി ഖളാ വീട്ടിൻ, എടുത്തടിച്ചല്ല. ഓരോ മാസവും 3 ദിവസം, കൂടുതൽ സൗകര്യവും ആഗ്രഹവും ആരോഗ്യമുണ്ടെങ്കിൽ തിങ്കൾ, വ്യാഴം ഇങ്ങനെ നോമ്പുകൾ അല്പാൽപമായി പിടിച്ച ഖളാ വീട്ടിൻ. സകാത്ത് കൊടുക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട്. 10 വർഷത്തെ സകാത്ത് കൊടുക്കാനുണ്ട്. 50,000 വീതമാണ് കൊടുക്കേണ്ടത്. ഒറ്റയടിക്ക് 5 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റുന്നില്ല. ഈ വർഷം 50,000 രൂപ കൊടുക്കിൻ, അടുത്ത വർഷം 50,000 രൂപ കൊടുക്കിൻ. അല്പാൽപമായി അത് പരിഹരിക്കും. അടുത്തത്, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കടമകളിൽ വീഴ്ച വന്നെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കും. അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആയിരക്കിൻ. ബന്ധം നന്നാക്കാൻ പരിശ്രമിക്കും. അവർ മരിച്ചുപോയെങ്കിൽ അവർക്ക് വേണ്ടി ദുആയിരക്കിൻ. അവരുടെ ബന്ധുക്കളോട് നല്ല നിലയിൽ വർത്തിക്കും. ഇതാണ് തൗബയുടെ മാർഗം. എത്ര ലളിതം, പക്ഷെ നാം എത്രമാത്രം സ്വീകരിക്കുന്നുണ്ട്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ. ഓർമ്മ വയ്ക്കിൻ, പാപങ്ങൾ ചെയ്യുന്നത് സ്വയം അക്രമം കാട്ടലാണ്. നമസ്കരിക്കാതിരിക്കലുകൊണ്ട് പടച്ചവന് യാതൊരു കുഴപ്പവുമില്ല, നമുക്കാണ് കുഴപ്പം. കുടുംബ വഴക്കുണ്ടാക്കലുകൊണ്ട് ദീനിന് യാതൊരു കുഴപ്പവുമില്ല, നമുക്കാണ് കുഴപ്പം. ഫതൂബൂ ഇലാ ബാരിഇകും. ആകയാൽ സ്രഷ്ടാവായ, പടച്ചവനായ, പരിപാലകനായ അല്ലാഹുവിലേക്ക് ഹൃദയംഗമായി പശ്ചാത്തപിച്ച് മടങ്ങി. ഫഖ്തുലൂ അൻഫുസകും. അതിന് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ പാപം ചെയ്തവരെ വധിച്ചുകൊള്ളട്ടെ. എന്നാൽ നമുക്കുള്ള ശരീഅത്ത് ഈ പറയപ്പെട്ട 5 കാര്യങ്ങൾ. ذَلِكُمْ خَيْرٌ لَكُمْ عِنْدَ بَارِئِكُمْ. പടച്ചവന്റെ അരികിൽ ഇത് വളരെ ഉത്തമമാണ്. കുറച്ച് നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുമെങ്കിലും നാളെ സംഭവിക്കാനിരിക്കുന്ന നാശനഷ്ടങ്ങളെ അപേക്ഷിച്ച് ഇതൊന്നുമല്ല. കുറച്ച് നമസ്കാരം വർദ്ധിപ്പിക്കൽ, നോമ്പ് വർദ്ധിപ്പിക്കൽ, കുറച്ച് സക്കാത്ത് കൊടുത്ത് സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കൽ, മറ്റുള്ളവരുമായി നല്ല ബന്ധത്തിലാകൽ, അവരെ ഹസ്തദാനം ചെയ്യൽ, ബന്ധം സ്ഥാപിക്കൽ, കുറച്ച് നാണവും മടിയുമെല്ലാം ഉണ്ടാകുമെങ്കിലും നാളെ സംഭവിക്കാനിരിക്കുന്ന നാണക്കേടിനേക്കാളും ഇതാണ് ഉത്തമം. ഫതാബ അലൈക്കും. എന്നാൽ പടച്ചവന് നിങ്ങളിലേക്ക് കരുണയോടുകൂടി മടങ്ങും. ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം. പരിശുദ്ധ ഖുർആൻ പശ്ചാത്താപത്തെ എത്രമാത്രം പ്രേരിപ്പിക്കുന്നു. നിരാശയിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്താൻ എത്രമാത്രം പരിശ്രമിക്കുന്നു. അള്ളാഹു നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തെ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പാപങ്ങളെ വർജിക്കാനും തൗബ ചെയ്യാനും തൗബയുടെ ലാളിത്യം മനസ്സിലാക്കി ഉൾക്കൊള്ളാനും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ.